എടാ നീ എവിടാ? പറയടാ. എടാ ട്രിപ്പ് മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി ഇരുന്നിട്ട് വല്ല കാര്യം കേട്ടോ. ഇതൊക്കെ ഉള്ളതാ. എടാ എല്ലാവരോടും ഒരു യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയതല്ലേ, ഇനിയിപ്പം വെളിയിലിറങ്ങിയ നാറൂടാ. എടാ അതൊന്നും ഒരു ഇഷ്യൂ അല്ലടാ. നിന്റെ ട്രിപ്പ് മുടങ്ങിയെന്ന് പറഞ്ഞ് ഇപ്പം നാട്ടുകാർക്ക് എന്താ? വരാടാ. ബാ, എന്നതായിരുന്നു ഡൽഹി, കുണു, മണാലി. ബാ വന്നിരി. മര്യാദയ്ക്ക് വീട്ടിൽ എന്നെ വിളിച്ചു വരുത്തിയൊരുമാതിരി മറ്റേ വർത്താനം പറയില്ല നീ കേട്ടോ. നീ ദേഷ്യപ്പെടാടാവേ. എടാ ട്രിപ്പൊക്കെ മുടങ്ങും, അതൊക്കെ അങ്ങനെയുള്ളതാ. വീണ്ടും ഓണാക്കി എടുക്കണം. നിന്നെ വിളിച്ചല്ലേ, നീ ഇതിനകത്തുണ്ടായിരുന്നല്ലേ ഇപ്പൊ പെരക്കകത്ത് വമ്മി ഇരുന്നേനെ. ഇറങ്ങുന്ന കാണണമായിരുന്നു ഒന്ന്. ആഹാ വരുന്നുണ്ടല്ലോ അടുത്ത ദില്ലി വാല രാജകുമാരൻ. ട്രോളിക്കോടാ നീയൊക്കെ. ഇപ്പൊ നിന്റെയൊക്കെ സമയമല്ലേ. മറ്റേ രണ്ടാമാരെ 2 ദിവസം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാ. അലവന്മാരനെ ട്രോളി കൊല്ലും. ഡാ എന്നെ ഒരുത്തം വിളിച്ചു പറയുക, നമ്മൾ ട്രെയിനിൽ ഇരുന്ന് കുറിക്കാൻ മേടിച്ച ജിപ്സും മിച്ചറൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ടിരാൻ. അവനെ ടച്ചിങ്സ് ആയിട്ട്. എന്തിനാടാ കോപ്പേ നീ ഇവിടെ വന്നിരുന്നത്? നിനക്ക് പനിയും വയറിളക്കമായിട്ട് ആശുപത്രിയിലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചു തന്നത്. നീ ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും കണ്ട എൻ്റെ ഉള്ള സമാധാനം പോവും. വീട്ടിൽ പോടാ. ഞാൻ മര്യാദയ്ക്ക് വീട്ടിൽ പമ്മി ഇരുന്നാടാ. ഇത് ഈ കാപ്പം വിളിച്ചു പറിച്ച് തന്നെ ഇങ്ങോട്ട്. നീ ഡൽഹിക്ക് ഒരിടത്തും പോയിട്ടില്ല, അവരെ തെണ്ടി തെഞ്ഞിരിപ്പോൾ അറിഞ്ഞിട്ട് തന്നെ വന്ന കയ്യോടെ നിന്നെ പോക്കാൻ വേണ്ടി. മര്യാദയ്ക്ക് കടയിലോട്ട് പോക്കൂ. സാറേ ടിക്കറ്റ് റിജക്റ്റ് ആയി പോയതാ. ഞങ്ങൾക്ക് ഉടനെ ടിക്കറ്റ് കിട്ടും. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോകും. ഇനി ഒരിടത്തോട്ടും പോണ്ട, ഇന്ന് തന്നെ കട ഡ്യൂട്ടിക്ക് ഇറങ്ങണം, അവിടെ ആളില്ല. അയ്യോ അത് പറ്റത്തില്ല. അതിനനുസരിച്ച് ഞങ്ങൾക്ക് നാളെ തന്നെ ടിക്കറ്റ് റെഡി ആവും. നീ ഉടനെ തന്നെ വീണ്ടും പോകണം. ഒരു പ്ലാനും ചെയ്യണ്ട. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കടയിൽ കയറിയില്ലേ, നീ നാളെ മുതൽ പണിക്ക് വരണ്ട. ഹലോ, എടാ അജ്മലാടാ. ഇതേതാ നമ്പർ? എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീ ഫോൺ എടുക്കത്തില്ലല്ലോ. നിന്റെ ഡൽഹി ട്രിപ്പ് മൂഞ്ചി നീ അറിഞ്ഞു കേട്ടോ. എടാ കഴിഞ്ഞ ആഴ്ച നിന്നോട് കടം ചോദിച്ചപ്പം നീ ഡൽഹിക്ക് പോകാന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയില്ലേ. എടാ അത്യാവശ്യമാടാ. ആ പഴയ പോലെ ഇനി വലിപ്പിക്കത്തില്ല. എല്ലാം കൂടെ നിനക്ക് ഒരുമിച്ച് തന്നേക്കാം. നീ വെളി ഇറങ്ങിയ ഒറ്റ കാരണം ഇതെല്ലാം ഉണ്ടായത്. അടുത്ത വള്ളിക്കിട്ട് വരുന്നതിന് മുമ്പ് വന്ന് വണ്ടിയെ കയറടാ. എങ്ങോട്ടേലും മുങ്ങാം. ഇരിക്കടേ, എങ്ങോട്ട് പോവും? കുറച്ച് കഴിഞ്ഞ് പോവാം. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ, നിന്റെ ഇഷ്ടം പോലെ.